ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അതിപ്രധാനമായ ഒരു അവസരമാണ്, ഒരു ജീവിത അനുഗ്രഹമാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നത്. ദിവ്യ റോയ്, ദിവ്യയുടെ പിതാവ് സുനിൽ റോയിയുമായിട്ടുള്ള ബന്ധമാണ് എന്നെ ഇവിടെ വരാൻ ഇടയായത്. എൻ്റെ ജസ്റ്റ് ഒരു വർഷം ജൂനിയറായിട്ട് ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ് സുനിൽ റോയ്. അതുമാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദിവ്യയുടെ അമ്മയുടെ പപ്പ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രൊഫസർ പ്രിൻസ് സാർ എന്നെ 2 സെമിസ്റ്റർ നിരന്തരമായി, ഞങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റീൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച സാറാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചവർക്ക് ആർക്കും സാറിനെ മറക്കാൻ പറ്റില്ല. കുട്ടികളോട് വളരെ പേഴ്സണൽ ബന്ധം സൂക്ഷിച്ച് അവരെ കൗൺസിൽ ചെയ്യുകയും പഠിപ്പിക്കുകയും ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാറാണ് പ്രിൻസ് സാറ്. അതുകൊണ്ടാണ് എനിക്ക് സാറിനോടുള്ള ആ വ്യക്തിപരമായ ബന്ധം. ദിവ്യ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഷൈൻ JS നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും നമുക്കറിയാവുന്ന, നമ്മുടെ മഹായിടവകയിൽ വളരെ സ്തുത്യർഹമായ മാതൃകയുള്ള സേവനമനുഷ്ഠിച്ച റവറൻ ജസ്റ്റിൻ അച്ഛൻ്റെയും ശ്രീമതി ഷെർലി കുമാരി TS കൊച്ചമ്മയുടെയും മകനാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര കുളത്തൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസ്റ്റ് ലെക്ചററായിട്ട് ജോലി ചെയ്യുന്നു. അതിലുപരി ഞാൻ അറിഞ്ഞത് അദ്ദേഹം നല്ലൊരു ഗായകനാണ്, നല്ലൊരു ക്വയർ മാസ്റ്ററാണ് എന്നാണ്. ദിവ്യയുടെ അമ്മയുടെ കാര്യം പറഞ്ഞില്ല, അപ്പൂപ്പൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ആനി പ്രിൻസ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. അങ്ങനെ ഇവരെല്ലാവരും കുടുംബമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രാർത്ഥിക്കുന്ന, ദൈവകൃപയുള്ള, ആത്മീക മേഖലയിൽ യാത്ര ചെയ്യുന്ന, വ്യത്യസ്തമായി ജീവിക്കുന്ന 2 കുടുംബങ്ങൾ. അതിനുവേണ്ടി അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് വളരെ സന്തോഷത്തോടെ അവരാഗ്രഹിച്ചതുപോലെ മാതാപിതാക്കളുടെ പ്രാർത്ഥന പോലെ മാതാപിതാക്കളാൽ കണ്ടുപിടിക്കപ്പെട്ട് യോജിപ്പിക്കപ്പെടുന്ന, വേദപുസ്തക പ്രകാരമുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ വേദപുസ്തക പ്രകാരമുള്ള ഒരു വിവാഹ ശുശ്രൂഷയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വളരെ ചെറിയ നാൾ മുതൽ, അതായത് ഞാൻ 3rd സെമിസ്റ്റർ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് സുനിലിനെ അറിയാം. അദ്ദേഹവും അതുപോലെ വളരെ പ്രാർത്ഥനയിലും ആത്മീയ മേഖലയിലും, അദ്ദേഹം എനിക്ക് തോന്നുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് ഇപ്പോൾ റിട്ടയർ ചെയ്തില്ലെന്ന് തോന്നുന്നു. ചെയ്തില്ല, അതോ ചെയ്തോ? അടുത്ത മാസം ചെയ്യുന്നു. അടുത്ത മാസം ചെയ്യുന്നു. കണ്ടാൽ പറയില്ല റിട്ടയർ ചെയ്യാൻ പോണെന്ന്. അപ്പോൾ അതൊരു വലിയ പൊസിഷനിൽ അദ്ദേഹവും ഇരുന്ന് പ്രവർത്തിച്ചു. പക്ഷെ എന്നാലും അവരുടെ വിനയം, താഴ്മ എനിക്ക് ഈ കുടുംബങ്ങളെ അറിയാം. സുനിൽ റോയിയും ആനിയും നമ്മളെ വെറുതെ വിടത്തില്ല. അടുത്ത മാസം നമ്മൾ പിന്നെയും കൂടി വരികയാണ്. അവരുടെ അടുത്ത മകൾ ഡോക്ടർ മോളുടെ വിവാഹമാണ്, ദൈവം അനുവദിച്ചാൽ. അതും എനിക്ക് വളരെ വളരെ അടുത്തറിയാവുന്ന കുടുംബങ്ങളാണ്. അതും ഒരു ഡോക്ടർ മകൻ, അവനും ഒരു മിഷണറി ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് ഈ കുടുംബവുമായിട്ട് നമുക്കൊരു ആത്മീയ ബന്ധമുള്ള ഒരു കുടുംബമാണിത്. ഇന്ന് നമ്മളിവിടെ ഉപയോഗിച്ച ആരാധനാക്രമം, ഈ ആരാധനാക്രമം ശ്രദ്ധയോടെ ആരാധനാക്രമത്തിൽ പങ്കെടുത്തവർക്കറിയാം എന്താണ് കുടുംബത്തിൻ്റെ ലക്ഷ്യം. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഫാമിലി? നമ്മൾ ഒരുപാട് വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരുണ്ട് ഇവിടെ.
എന്നാൽ ക്രിസ്തീയ വിവാഹത്തിനുള്ള അതുല്യത, യുണീക്ക്നെസ് എന്ന് പറയുന്നത്, ക്രിസ്തീയ വിവാഹത്തിൽ പറയുന്നത് നമ്മുടെ കുടുംബത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് എന്നതാണ്. അത് വേദപുസ്തകം വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്യുന്നു. നിങ്ങൾ ഈ ആരാധനക്രമം ഉപയോഗിച്ചവർക്കറിയാം, ശ്രദ്ധയോടെ ഉപയോഗിച്ചവർക്കറിയാം, അത് ഓരോ ചൊൽത്തുകളിലും ഓരോ വചനങ്ങളിലും അതിങ്ങനെ പിന്നെയും പിന്നെയും എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യം ഒരു ആംഗ്ലിക്കൻ ട്രഡീഷനാണ്. നമുക്കിവിടെ ഉണ്ടായത് അങ്ങനെ അല്ല എങ്കിലും ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ, നമ്മുടെ അഭിവന്യ തിരുമേനിയുടെ വെസ്റ്റ്മെൻസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഒരു ലിറ്റർജി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ആരാധനാക്രമത്തിൽ ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസ് ഈ ആരാധനയിൽ പങ്കെടുക്കണം എന്നതാണ്. വെറുതെ കാഴ്ചക്കാരായിട്ടിരിക്കുകയല്ല. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ അങ്ങനൊരു പുസ്തകം തന്നെ ഉള്ളത്. ശ്രദ്ധയോടെ അത് വായിക്കുമ്പോഴും ഈ കൊയറിൽ ചേർന്ന് പാടുമ്പോഴും നമ്മളതിൽ 5 കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ 5 കാര്യങ്ങളെ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് 2 മിനിറ്റ് വെച്ച് 10 മിനിറ്റ് കൊണ്ട് പറയുകയാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാരേജ്? നമുക്ക് മലയാളത്തിൽ നമ്മൾ വിവാഹം എന്ന് പറയും. പക്ഷേ ഇംഗ്ലീഷിൽ 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, വെഡിങ്ങും മാരേജും. സാധാരണ ആൾക്കാർ ഇത് രണ്ടും തെറ്റിച്ചുപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും രണ്ടാണ്. വെഡിങ് ഈസ് എ സെറിമണി ആൻഡ് മാരേജ് ഈസ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. ഇന്നിവിടെ നടക്കുന്നത് വെഡിങ് ആണ്. വെഡിങ് നമുക്ക് അടിപൊളിയാക്കാം, പക്ഷേ മാരേജാണ് പ്രധാനം. ഇത് രണ്ടും നമ്മൾ വിവാഹം എന്ന് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും വിശുദ്ധ വേദ പുസ്തകം കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് മാരേജിനാണ്. അതൊരു ചലനാത്മകമായ ബന്ധമാണ്, ഒരു ഡൈനാമിക് റിലേഷൻഷിപ്പാണ്. അത് ഇന്നിവിടെ പ്രാർത്ഥിച്ചാരംഭിക്കുന്നു. വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ വരനെയും വധുവിനെയും നമ്മൾ മുമ്പിൽ കൊണ്ടുവരുന്നു. എന്തിനാണ് ഈ മുൻപിൽ ഇവരെ കൊണ്ടുവരുന്നത്? ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഓൾട്ടറാണ്, അൾത്താര എന്ന് മലയാളത്തിൽ പറയാം. ഓൾട്ടർ കാണിക്കുന്നത് ക്രൂശിൻ്റെ ചുവടാണ്. ക്രൂശാണ് ലോകം കണ്ട ഏറ്റവും വലിയ അൾത്താര. അവിടെയാണ് ഏറ്റവും വലിയ വഴിപാട് നടന്ന സ്ഥലം, യാഗം. ആ യാഗപീഠത്തിലാണ് ഇവർ ഇരിക്കുന്നത്. ഈ അൾത്താരയിൽ വെച്ചാണ് നമ്മൾ സ്നാനപ്പെടുത്തുന്നത്. ഈ അൾത്താരയിൽ വെച്ചാണ് നമ്മൾ അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അടയാളമായി നമ്മൾ ഏറ്റെടുക്കുന്നത്. ഈ അൾത്താരയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നത്. ഈ അൾത്താരയിലാണ് നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. ഈ അൾത്താരയിലാണ് നമ്മൾ വഴിപാട് അർപ്പിക്കുന്നത്. ഈ അൾത്താരയിലാണ് നമ്മൾ വിവാഹ ശുശ്രൂഷയും നടത്തുന്നത്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിന് ക്രിസ്തീയ ആത്മീയത നൽകുന്നത് വലിയ ഒരു സ്ഥാനമാണ്. 5 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1, 32:18 പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. Companionship. So the purpose of marriage, biblical marriage, is for making companionship, fellowship, for mutual help and comfort. ക്രിസ്തീയ ആത്മീയത ബന്ധങ്ങളുടെ ആത്മീയതയാണ്. ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞിട്ടുള്ള ആത്മീയതയും ആരാധനയും ഒക്കെ വെറും മതത്തിൻ്റെ ചടങ്ങുകളാണ്. കുറെ ചടങ്ങുകൾ നടത്തിയ ആൾക്കാരെ ഇങ്ങനെ നമുക്ക് ഒരു പ്രതലത്തിൽ നിർത്താന്നേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. അതിലൊരു ദൈവവും പ്രസാദിക്കുന്നില്ല. ദൈവത്തിന് അതിലൊരു സ്ഥാനമില്ല. ദൈവത്തിൻ്റെ പേരൊക്കെ നമ്മൾ 1000 പ്രാവശ്യം പറയുമായിരിക്കും. ഇതിന് വ്യക്തമായ മാർഗരേഖകൾ യേശു തന്നിട്ടുണ്ട്.
ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഓഫ് റിലേഷൻഷിപ്പ്. അതിലെല്ലാ കൽപ്പനയും അടങ്ങിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ട് വിവാഹം ഇന്ന് രണ്ടുപേരെ, ദിവ്യയും ഷൈനെയും, ദൈവം അവരെ പരസ്പര ബന്ധത്തിനും കൂട്ടുകെട്ടിനും മ്യൂച്വൽ ഹെൽപ്പിനും പരസ്പര സഹായത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി യോജിപ്പിച്ചിരിക്കുന്നു. ഷൈൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി, ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇനി ദിവ്യയാണ്. ദിവ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഷൈനാണ്, കമ്പാനിയനാണ്. നമ്പർ 2 വിശുദ്ധ ഉൽപ്പത്തി 1:28 പറയുന്നു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തെയും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചരജന്തുക്കളുടെ മേലും വാഴുവിൻ എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. മാരേജ് ഈസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, ഫോർ ഫ്രൂട്ട്ഫുൾനെസ്. നമ്പർ 3 എന്തിനാണ് വിവാഹം? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച നാളിൽ ദൈവം അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വാക്യമാണത്. ഒരാളിനല്ല ആദാം എന്ന് പേരിട്ടത്. ആദാം എന്ന് പറഞ്ഞാൽ അവർക്കാണ്, രണ്ടുപേർക്കും കൂടെ ചേർന്നാണ് ആദാം എന്ന് പേരിട്ടത്. രണ്ടുപേർ, അതൊരു മിസ്റ്റിക് യൂണിറ്റിയാണ്. അവർക്ക് ആദാം എന്ന് പേരിട്ടു. പിന്നെ അതിനെ ഡിവൈഡ് ചെയ്ത് 2ആക്കി വാരിയേലിനെ എടുത്തു. ഇപ്പോൾ ഇവിടെ വെച്ച് അവരെ പിന്നെയും ഒന്നാക്കി. ഈ കംപ്ലീറ്റ്നെസ്സിൽ, ഈ പൂർണ്ണതയിലേക്ക് വരുന്നതാണ് വിവാഹം. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവരല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അങ്ങനെ അവർക്ക് ആദാമെന്ന് പേരിട്ട് വച്ചിരുന്നത് ഇപ്പോഴിതാ പിന്നെയും അവരെ ഒന്നാക്കുകയാണ്. സോ മാരേജ് ഈസ് ഫോർ യുവർ കംപ്ലീറ്റ്നെസ്, പൂർണ്ണതയിൽ വരികയാണ്. ഷൈനും ദിവ്യയും ചേരുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് വരുന്നത്. നമ്പർ 4 1 കൊരിന്ത്യർ 7:2 പൗലോസ് പറയുന്നു, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവും ഭാര്യയും പരസ്പരം കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. വളരെ പ്രായോഗികമായ ചില ഉപദേശങ്ങൾ അദ്ദേഹം അവിടെ നൽകുന്നുണ്ട് പൗലോസ്. ഫോർ ഹാവിങ് എ മോറൽ ലൈഫ്, in order to avoid sexual immorality. ഒരുപാട് വാക്യങ്ങളോട് ഉപയോഗിക്കുന്നുണ്ട്, വാക്കുകൾ. അതൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ ബന്ധങ്ങൾ ആത്മീകമായതും വചനപ്രകാരമുള്ളതുമായി തീരാൻ, സദാചാര ബോധമുള്ളതായി തീരാൻ, മനുഷ്യനായി ജീവിക്കാൻ ദൈവം ഇത് നമുക്കായി നിശ്ചയിച്ചിരിക്കുന്നു. നമ്പർ 5 എന്തിനാണ് കുടുംബജീവിതം? കുടുംബജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായി പൗലോസ് എഫേസ്യ ലേഖനം 5:21 മുതൽ 33 വരെ പറയുന്നുണ്ട്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, കർത്താവ് സ്നേഹിച്ചതുപോലെ എന്നും, ഭാര്യ ഭർത്താവിനെ കർത്താവിനെ എന്ന പോലെ ബഹുമാനിക്കണമെന്നും പറയുന്നു. ഇത് രണ്ടും പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനിത് ഈ ഭൂമിയിലെ ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി മാത്രം പറയുന്നതല്ല. അതിനുവേണ്ടി മാത്രം പറയുന്നതാണോ? അല്ല. പ്രത്യുത യേശു നമ്മുടെ മണവാളനും സഭ മണവാട്ടിയും ആകുന്നു. അതുകൊണ്ട് ഓരോ കുടുംബ ബന്ധങ്ങളും സൂചിപ്പിക്കുന്നത്, ഇന്ന് ഷൈൻ ഇവിടെ വന്ന് ദിവ്യയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത് പോലെ ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നും തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി സഭയെ ചേർത്തുകൊള്ളുമെന്നുമാണ്.
പുതിയ നിയമത്തിലെ ഓരോ 25 വാക്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. പഴയ നിയമത്തിലെ യേശുവിൻ്റെ ഒന്നാം വരവ് പറയുന്നതിനേക്കാൾ 8 മടങ്ങ് സമയം യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് കാണുന്ന എല്ലാ സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു എന്നതാണ്. അതിനു മുമ്പ് രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളും കേൾക്കെ പ്രസംഗിക്കപ്പെടണം, അപ്പോൾ അവസാനം വരും എന്ന് യേശു പഠിപ്പിച്ചു. അതുകൊണ്ട് ഓരോ കുടുംബ ബന്ധങ്ങളും നമ്മൾ വരുമ്പോൾ കർത്താവ് സഭ ആ ബന്ധത്തെ കാണിക്കുകയാണ്. നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം, അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലും നിഖ്യാവിശ്വാസ പ്രമാണത്തിലും നമ്മൾ ഏറ്റുപറയുന്നത് അതാണ്, കർത്താവായ യേശു ക്രിസ്തു പിന്നെയും വരും എന്നുമാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് നമ്മളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, യേശു ക്രിസ്തു മണവാളനും നമ്മൾ ക്രൈസ്തവ സഭ മണവാട്ടിയുമാണ് എന്ന്. ആ ഒരു ബന്ധത്തിലേക്ക്, ആ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത തിരിച്ചറിയാനാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ കുടുംബ ബന്ധത്തെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു. ഷൈനും ദിവ്യയും തമ്മിലുള്ള കുടുംബ ബന്ധം പ്രാർത്ഥനയിലൂടെ അനേക ദൈവഭക്തന്മാരുടെ അനുഗ്രഹത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഈ കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹ സമ്പൂർണമായി ഇന്നിവിടെ വായിച്ച 1 കൊരിന്ത്യർ 13 പറയുന്ന ക്രിസ്തു സ്നേഹം നിറഞ്ഞതും അനേകർക്ക് മാതൃകയുള്ളതുമായി തീർന്ന് അവരിന്നിവിടെ എടുത്ത തീരുമാനങ്ങൾ പോലെ അവസാനം വരെ പാലിക്കാൻ ദൈവം സർവ്വ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും തന്ന് ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.